ഹീറോയിൻ അവരറിയാതെ ചെന്ന് ഈ പെട്ടി തുറന്നു നോക്കും. എന്നാൽ ആ പെട്ടിക്കകത്ത് കാര്യമായ ഒന്നും തന്നെയില്ല. പക്ഷെ ആ ബോട്ടിലുള്ള ടേബിളിനകത്തായി ഒരു പാസ്പോർട്ടും കട്ടിയുള്ളൊരു പുസ്തകവും പിന്നെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കാണാം. അതേപോലെ ഒരു മാപ്പും ഉണ്ട്. എന്തായാലും ഈ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് ഹീറോയിൻ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുക. പക്ഷെ ആ പെട്ടിക്കള്ളി കണ്ടു. അവൾ പുറകെ കാർ എടുത്ത് വരുന്നുണ്ട്. ഹീറോയിൻ ഓടി വന്ന് തന്റെ ഡ്രൈവറോട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ അയാൾ ഒട്ടകത്തിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കാവും. സോ ഇവള് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെരുവിലൂടെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പക്ഷെ ആ പെണ്ണ് വിട്ടുകൊടുക്കുന്നില്ല, പുറകെ തന്നെ വരുന്നുണ്ട്. ഏതോ ഒരു പഴക്കച്ചവടക്കാരൻ ഇടയിൽ കയറുന്നോണ്ട് മാത്രം ഹീറോയിൻ അവളിൽ പിടിപെടാതെ രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കിട്ടിയ ഡോക്യുമെന്റ് എല്ലാം ഇവള് പരിശോധിക്കും. നമ്മുടെ മരിച്ചുപോയ മാഗി എന്ന സ്ത്രീ ഒരു ജർമ്മനിക്കാരിയാണെന്ന് ഈ പാസ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ കിട്ടിയ പുസ്തകം അത് ഹിറ്റ്ലറെ പറ്റിയുള്ളൊരു പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാഗി നാസി ആണെങ്കിലോ, നാസിയുടെ ചാരയാണെങ്കിലോ. എന്തായാലും ഈ കിട്ടിയ വിവരങ്ങൾ എടുത്തുകൊണ്ട് ഹീറോയിൻ തിരിച്ച് എംബസിയിലേക്ക് വരിക. അവിടെ ആ തോട്ടക്കാരൻ നിൽപ്പുണ്ടാവും. തോട്ടക്കാരനോട് നിങ്ങൾ സംസാരിച്ച സ്ത്രീ ആരാണെന്നറിയോ, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഇവിടെ നിൽക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. എന്നാൽ അതിനയാൾ മറുപടിയൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് പെണ്ണ് ഈ വിവരങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ അംബാസഡർക്ക് കൊടുത്തിട്ട് ഇതെല്ലാം മാഗിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കും മാഗി നാസിയാണെന്ന്. അതേപോലെ ഈ പെട്ടി അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച പെണ്ണ് ഡാൻഡിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഡാൻഡിയെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറയും. ആ തോട്ടക്കാരനെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അംബാസഡർ ആണെങ്കിൽ മാഗി ഒരിക്കലും ഒരു ജർമ്മൻകാരിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ എംബസിയിൽ ചേർക്കില്ലായിരുന്നു. ഇപ്പോഴാണ് അവൾ ചാരയാണെന്ന് എനിക്ക് മനസ്സിലായത്. മനസ്സിലാക്കി തന്നതിന് നന്ദി എന്നയാൾ പറയും. എന്നാൽ ഹീറോയിൻ അങ്ങനെ അവൾ നാസി ആയിരുന്നെങ്കിൽ തന്നെ അവളെ കൊലപാതകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണ്? അതുപോലെ മരണത്തിന് ശേഷം അവളുടെ ഡോക്യുമെന്റ്സുകൾ ഇവരെന്തിനു അടിച്ചു മാറ്റണം? അങ്ങനെയാണെങ്കിൽ ഇതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആരോ ഒരാൾ നാസിയുടെ സഹായിയോ അല്ലെങ്കിൽ നാസിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരോ ആയിരിക്കണം. അതാരാണെന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ആ ബോട്ടിൽ നിന്ന് കിട്ടിയ ഹിറ്റ്ലറിന്റെ പുസ്തകവുമായി നേരെ ലോഞ്ചിലേക്ക് വരും. എന്നിട്ട് അവിടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും. ആദ്യം അംബാസഡറോട് മാഗി നാസിസത്തെക്കുറിച്ചോ ഹിറ്റ്ലറെക്കുറിച്ചോ എപ്പോഴെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് അംബാസഡർ പറയാണ്, അവളൊരു രാജ്യസ്നേഹിയായിരുന്നു, അത് സത്യം. പക്ഷെ നാസിയെക്കുറിച്ച് ഒരു തവണ പോലും എന്നോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അടുത്തത് ആ ട്രാൻസ്ലേറ്റർ. ആ ലേഡി പറയും, ഇടയ്ക്ക് മാഗി ഈജിപ്ഷ്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരെ പോലെയാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിൽ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മറ്റൊന്നും അറിയില്ല എന്ന് അവര് പറയും. അത് കഴിഞ്ഞ് സിനിമാ നടി ഈയിടെ ഒരു പൊളിറ്റിക്കൽ ഫിലിം വേണ്ടെന്ന് വെച്ചു. അത് ഹിറ്റ്ലറെ കുറ്റം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലിമായിരുന്നു. അതാണ് ഈ നടി വേണ്ടെന്ന് വെച്ചത്. എന്തുകൊണ്ടത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു? നിങ്ങൾക്ക് ഹിറ്റ്ലറുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹീറോയിൻ. അതിനാൽ ലേഡി പറയും, പൊളിറ്റിക്കൽ ഫിലിം ചെയ്താൽ എന്റെ കരിയർ അവിടെ തന്നെ എൻഡ് ആകുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നാൽ ഈ ഉത്തരം ഹീറോയിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് വാസ്തവം തുറന്നു പറയാൻ അവൾ നിർബന്ധിക്കും. സോ നടി വേറെ വഴിയില്ലാതെ യാഥാർത്ഥ്യമായ കാര്യം പറയാണ്. സംഭവം ഇവർ ഹിറ്റ്ലറിനെ എതിർക്കുന്ന പോലത്തെ സിനിമ ചെയ്താൽ ജർമ്മനിയിൽ ഇവരുടെ സിനിമയ്ക്ക് വിലക്ക് വരും. അവിടുത്തെ ജനങ്ങൾ ഈ നടിയെ വെറുക്കാൻ തുടങ്ങും. ആ ഒരു വെറുപ്പ് ഇവർ ആഗ്രഹിക്കുന്നില്ല. അവരെ നാട്ടിലും ഇവരെ പ്രശസ്തി എപ്പോഴും നിലനിൽക്കണം. അതുകൊണ്ടാണ് ഇവർ ആ പടം ചെയ്യാതിരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോഗ്രാഫർ, പുള്ളിക്കാരന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ്, അതിൽ നാസി ഗ്രൂപ്പിന്റേതായ ഒരു സിമ്പൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആ ബ്രേസ്ലെറ്റ് മറച്ചു വെച്ചത്. ഇപ്പൊ ആ സിമ്പൽ ബ്രേസ്ലെറ്റിൽ കാണാനുമില്ല. സോ ഹീറോയും പറയും, ഞാൻ ആ സിമ്പൽ കണ്ടതായിരുന്നു. നാസി ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, ഇനിയെങ്കിലും സത്യം തുറന്നു പറയും. അത് കേട്ടിട്ട് ഫോട്ടോഗ്രാഫർ പറയും, നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ സിമ്പൽ മറച്ചു വെച്ചത്. യഥാർത്ഥത്തിൽ അത് നാസി ഗ്രൂപ്പിന്റെ സിമ്പലല്ല, ഹിന്ദു സിമ്പലായ സ്വാസ്തികയാണ്. ഇന്ത്യക്കാരനായ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കത് തന്നതായിരുന്നു. എന്നാൽ നാസികൾ ആ സിമ്പൽ എടുത്ത് മോശം പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചപ്പോൾ ഞാനിത് മറ്റാരെങ്കിലും കണ്ടാൽ എനിക്കതൊരു ഭീഷണിയായിട്ട് വരുമെന്ന് പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചതെന്ന് അയാൾ പറയും. ഇത് കഴിഞ്ഞ് അന്ന് ഡിന്നർ കഴിച്ച ദിവസം അംബാസഡർക്കും ഫോട്ടോഗ്രാഫറിനും ഓരോ കത്ത് വീതം ലഭിച്ചിരുന്നു. ആ കത്തിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. ഫോട്ടോഗ്രാഫർ പറയാണ്, അതെനിക്ക് കിട്ടിയൊരു പ്രപ്പോസലായിരുന്നു. കല്യാണ പ്രപ്പോസലല്ല, ഈജിപ്ഷ്യൻ റോയൽ ഫാമിലിയെ ഫോട്ടോ എടുക്കാനുള്ള പ്രപ്പോസൽ. ഈജിപ്തിലെ രാജാവ് മരിക്കാൻ കിടക്കുന്ന സമയമാണത്. സോ അവസാന കാലഘട്ടത്തിൽ ആ കുടുംബത്തിന്റെ ഫോട്ടോ എടുക്കാനുള്ള പ്രപ്പോസലായിരുന്നു അത്. അടുത്ത രാജാവായിട്ട് വാഴിക്കാൻ പോകുന്നത് പുള്ളിക്കാരന്റെ മകനെയാണ്, 14 വയസ്സുള്ള മകനെ. അതിനു മുന്നേ ഫോട്ടോ എടുക്കണം. ഇനി അംബാസഡർക്ക് കിട്ടിയ കത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫിഡൻഷ്യൽ മാറ്റർ ആയതുകൊണ്ട് തന്നെ ആ വിഷയം പുറത്തു പറയാൻ പറ്റില്ല എന്ന് പുള്ളി പറയും. അത് കഴിഞ്ഞ് മാഗി മരിച്ചതുകൊണ്ട് മാഗിയുടെ സ്ഥാനവും അവളുടെ വീടും ലഭിക്കാൻ പോകുന്നത് നമ്മുടെ അംബാസഡറുടെ മകൾക്കാണ്. ഒരുപക്ഷെ അതിനുവേണ്ടിയും മകൾ ആ സ്ത്രീയെ കൊന്നിരിക്കാം. മാത്രമല്ല അവൾക്ക് ആ സ്ത്രീയോട് വെറുപ്പുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മോള് പറയും, ആ വീട് ശരിക്കും എൻ്റെ അച്ഛൻ്റേത് തന്നെയാണ്. മാത്രമല്ല ഈ ജോലിയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അതിനുവേണ്ടി ഞാൻ ആ സ്ത്രീയെ കൊന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും വിഡ്ഢിത്തരമാണെന്ന് മോള് പറയും. അത് കഴിയുമ്പോൾ ഈ ട്രാൻസ്ലേറ്റർ, ആ ലേഡി ശരിക്കും ഈജിപ്ഷ്യൻ ലേഡിയാണ്. അവര് റെബൽ പാർട്ടിയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്.
അങ്ങനെയുള്ള ഒരു ലേഡിയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് എംബസി തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾ ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഹീറോയിൻ പറയും. അത് കേട്ട ട്രാൻസ്ലേറ്റർ, എനിക്ക് ഈ രാജ്യത്തോട് കടപ്പാടുണ്ട്. സത്യമാണ്, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ ഭരിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനെതിരെയായിരുന്നു ഞാൻ പോരാടിയത്. എന്നാൽ അതിനുവേണ്ടി ഞാനൊരു കൊലയാളിയായി മാറിയിട്ടില്ല. ഞാൻ ആ സ്ത്രീയെ കൊന്നിട്ടില്ല എന്ന് ട്രാൻസ്ലേറ്റർ പറയും. ഇത് കഴിഞ്ഞ് ഹീറോയിൻ ആ തോട്ടക്കാരനായ ഡാൻഡിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. കൂടെ തന്നെ ട്രാൻസ്ലേറ്ററെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡാൻഡിയോട് ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ അയാൾ ഉത്തരം പറയുന്നില്ല. ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് സംസാരിക്കാൻ പുള്ളിക്കാരന് മടിയാണ്. സോ അയാളെ ഭീഷണിപ്പെടുത്താതെ അങ്ങേർക്ക് പട്ടികളെയും തോട്ടത്തെയും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ മനുഷ്യരെക്കാളും നല്ലത് മൃഗങ്ങളും ചെടിയുമാണെന്ന് പറഞ്ഞ് ഒരു ചെറിയ സ്പീച്ച് നടത്തും. എന്നിട്ട് പുള്ളിക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാനാ. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇവിടുന്ന് സമാധാനത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കണ്ട സ്ത്രീ ആരാണെന്നും അവരെവിടുന്നാണ് വന്നതെന്നും ചോദിക്കും. അതിനയാൾ മറുപടി പറയാണ്, സത്യമായിട്ടും പുള്ളിക്ക് ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല. ആ ലേഡി വന്നിട്ട് മാഗി അകത്തുണ്ടോ, എങ്ങോട്ടാണ് പോയത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നിങ്ങൾ തിരിച്ചു പോകൂന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടതാണ്. അത്ര മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറയും ഡാൻഡി. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ചു പോകുമ്പോൾ ഡാൻഡി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാഗി മാഡം മരിക്കുന്ന ദിവസം ഞാൻ ആ ജനലിലൂടെ 2 തവണ ലൈറ്റ് കത്തുന്നത് കണ്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടുടനെ ഹീറോയിൻ മാഗിയുടെ മുറിയിലേക്ക് ഓടി വരുന്നു. അവിടെ നിന്നാണ് ആ ലൈറ്റ് കത്തിയത്. കാൻഡിൽ ലൈറ്റ് കത്തിച്ച് മാഗി ആർക്കോ സിഗ്നൽ കൊടുക്കുകയായിരുന്നു. ഇതിന്ന് ഹീറോയിന് മനസ്സിലായി, മാഗി ശരിക്കും നാസിയല്ല, ഒരുപക്ഷെ നാസി ആക്ടിവിറ്റി മനസ്സിലാക്കി അത് മറ്റാരെയോ അറിയിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചതായിരിക്കാം. ഇതവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരോ സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശബ്ദം ഒരു കേൾക്കും. ഹീറോയിൻ അയാൾ ഓടിയ ഭാഗത്തേക്ക് പുറകെ ഓടി ചെല്ലുന്നു. നേരെ പോകുന്ന ഗാർഡനിലേക്കാ. എന്നാൽ ഗാർഡൻ ഭാഗത്ത് ആ രക്ഷപ്പെട്ട ആളിന്റെ ഒരടയാളവും ഇല്ല. 2 ചെടിച്ചട്ടികൾ മാത്രം മറിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പോഴായിരിക്കും പട്ടിയുമായി നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. ഈ പട്ടി അവിടെയുള്ളൊരു സ്റ്റാച്ചു രൂപത്തെ നോക്കി കുരയ്ക്കുന്നുണ്ട്. ഹീറോയിന് സംശയാവും, ഈ സ്റ്റാച്ചുവിന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അവര് ഫോട്ടോഗ്രാഫറോട് അങ്ങേര് നേരത്തെ എടുത്ത ഈ ഗാർഡന്റെ ഫോട്ടോ കാണിക്കാൻ പറയാണ്. ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ സ്റ്റാച്ചുവിലുള്ള പൂച്ചയുടെ മുഖം ഇടതു ഭാഗത്ത് മാറിയിരിക്കുന്നു. ഇപ്പൊ ലൈവിലുള്ള പൂച്ചയുടെ മുഖം വലതു ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. സോ ഈ പൂച്ചയുടെ തല അനങ്ങുന്നതാണ്, അതാരോ അനക്കിയിട്ടുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. ഇവൾ ആ തല വീണ്ടും അനക്കി നോക്കുന്നു. അപ്പണ്ട് പൂച്ചയ്ക്ക് പിറകിലായുള്ള മതിലിൽ ഒരു രഹസ്യവാതിൽ തുറക്കപ്പെടും. അത് ഈ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേക ടണലാണെന്ന് ഇവൾക്ക് മനസ്സിലായി. ഹീറോയിൻ പോലീസുകാരനെയും വിളിച്ച് ആ ടണലിനകത്തേക്ക് കയറും. ടണലിനകത്ത് ചെല്ലുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഇതിന്റെ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടണലിലൂടെ ആർക്കും കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്യാൻ ആ പൂച്ചയുടെ തല പിടിച്ച് തിരിയണം. ടണലിനകത്ത് സ്വിച്ച് ഒന്നുമില്ല. സോ കെട്ടിടത്തിലുള്ള ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഹീറോയിൻ പോലീസുകാരനെയും വിളിച്ച് ടണലിലൂടെ മുന്നോട്ട് പോവുകയാണ്. ചില ഭാഗത്ത് കെണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരതിലൊന്നും പെടാതെ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി. അവിടുത്തെ ഒരു ഡോറ് തുറക്കുമ്പോണ്ട് ഈ ടണൽ നേരെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സുവനീർ ഷോപ്പിലേക്കാണ്. അതൊരു വലിയ മാർക്കറ്റായിരുന്നു. ഈ മാർക്കറ്റിൽ നിന്നും എന്ത് വിവരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഹീറോയിൻ പോലീസുകാരനോട് ചോദിക്കും. അതിന് പോലീസുകാരൻ, ഈ മാർക്കറ്റ് അവസാനിക്കുന്നത് മരുഭൂമിയിൽ വെച്ചിട്ടാണ്. ആ മരുഭൂമിയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, നമുക്ക് അവിടെ ചെന്ന് നോക്കാമെന്നും പറഞ്ഞ് ഇവർ പിരമിഡുള്ള ഭാഗത്തേക്ക് പോകുന്നു ആ മാർക്കറ്റിൽ നിന്ന്. അപ്പൊ അവിടെ ഒളിച്ച് തമ്പടിച്ച് താമസിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇവർ കാണുന്നുണ്ട്. അവരാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവരാരും കാണാതെ ആ തമ്പടിച്ച ടെന്റിനകത്തേക്ക് കയറും. അപ്പൊ ഹിറ്റ്ലറിന്റെ നാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പട്ടാളക്കാര് അവിടെ എന്തോ ഒരു രഹസ്യ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഇവർ പോയി കഴിഞ്ഞ് ഹീറോയിനും പോലീസുകാരനും ആ ടെന്റ് മുഴുവൻ പരിശോധിക്കും. ഒരുപാട് ആയുധങ്ങളുണ്ട് ഈ ടെന്റിനകത്ത്. സോ ഈ നാസി ഗ്രൂപ്പ് ഈജിപ്തിനെ ആക്രമിക്കാനാണ് പ്ലാൻ ഇടണമെന്ന് ഇവർക്ക് മനസ്സിലായി. അവര് രാജാവിന്റെ കൊട്ടാരം ആക്രമിച്ച് അവിടുന്ന് രാജകുമാരനെ തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. രാജാവിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ രാജകുമാരനെ തട്ടിയെടുക്കാൻ ഇവർക്ക് എളുപ്പമായിരിക്കും. കുമാരനെ തട്ടിയെടുത്തു കഴിഞ്ഞ് ഈ നാടും ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കിയ സമയം ആ സമീറിലെ കാര്യസ്ഥൻ സമീർ അയാൾ തോക്കുമായി ഇവരെ പുറകെ ടെന്റിനകത്തേക്ക് കടന്നു വരും. സമീർ, നീയോ അപ്പോൾ നാസി ഗ്രൂപ്പിൽ പെട്ടതാണോ എന്ന് പോലീസുകാരൻ സമീറിനോട് ചോദിക്കുന്നു. അപ്പൊ സമീർ ചിരിച്ചുകൊണ്ട്, നിനക്കും അവസരമുണ്ടായിരുന്നു, എന്നാൽ നീ ചേർന്നില്ല നാസി ഗ്രൂപ്പിൽ, ഞാൻ ചേർന്നു. എന്തായാലും ഈ നാട് ബ്രിട്ടീഷുകാരോ നാസിയോ ആണ് ഭരിക്കാൻ പോകുന്നത്. അതിൽ കൂടുതൽ കാശ് തരുന്നവർ നാസികളാ. അതുകൊണ്ട് ഞാൻ നാസി തിരഞ്ഞെടുത്തു. അതിലെന്താണ് തെറ്റ്? എന്തായാലും ഇവിടുത്തെ രാജഭരണം ഇനി അവസാനിക്കാൻ പോകുന്നു, അതിലെനിക്ക് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ഈ സമീർ ഹീറോയിനെയും ആ പോലീസുകാരനെയും അവിടുത്തെ തൂണി കെട്ടിവെച്ചിട്ട്, ഇനി നിങ്ങളുടെ കാര്യം ജർമ്മനിക്കാരെ നോക്കിക്കോളും, ഞാൻ ചെന്ന് ബാക്കിയുള്ളവരെ തീർക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഹീറോയിനും പോലീസുകാരനും അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. അപ്പോഴായിരിക്കും കുറെ വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഈ ഇറങ്ങിപ്പോയ സമീർ
വെടിയുണ്ടയേറ്റ് ടെന്റിനകത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവിടെ വീണ് അയാൾ മരണപ്പെടും. പുറകെ ഒരു സായിപ്പ് ലുക്കുള്ള മനുഷ്യൻ അയാൾ ഈ ടെന്റിനകത്തേക്ക് കയറി വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഹീറോയിനോട് ചോദിക്കും. ഇയാൾ ആരാണെന്ന് ഇവർക്ക് ആദ്യം മനസ്സിലാവില്ല. പിന്നീട് ഓർക്കുമ്പോഴാണ് മറ്റേ മാഗിയുടെ സാധനങ്ങൾ അടിച്ചിട്ട് പോയ ഒരു പെണ്ണില്ലേ, ആ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനാണ് ഈ പെണ്ണ്. ഇയാണ്. പുറകെ തന്നെ ഇവരെ ട്രൂപ്പിൽപ്പെട്ട മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ബോട്ടിൽ കയറൂ, മറുപടി അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞ് ഹീറോയിനെയും പോലീസുകാരനെയും ഒരു പായ്ക്കപ്പലിൽ കയറ്റി തിരിച്ചവർ എംബസിയിലേക്ക് കൊണ്ടുപോവുക. പോകുന്ന വഴിയെ ഈ നക്സലറ്റുകൾക്ക് മറ്റൊരു വിവരം കൂടെ ലഭിക്കുന്നു. ഒളിച്ചു താമസിച്ചിരുന്ന ഈജിപ്ഷ്യൻ പട്ടാളക്കാരാൽ പിടിക്കപ്പെട്ടു. ഇനിയിപ്പോൾ നാസികളാൽ ഒരു ഭീഷണിയില്ല. ഇനിയിപ്പോൾ ഇവരൊക്കെ ആരാന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവരെ ട്രൂപ്പിന്റെ പേര് ചിൽഡ്രൻ ഓഫ് ഗിസ എന്നാണ്. പല രാജ്യത്തിലുള്ള ഫ്രീഡം ഫൈറ്റേഴ്സും ഒരുമിച്ച് കൂടി നാസിക്കെതിരെ ഒരു സംഘം ഉണ്ടാക്കി. അതാണ് ഈ ചിൽഡ്രൻസ് ഓഫ് ഗിസ എന്ന് പറയുന്ന സംഘം. ആ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ മാഗി. അതായത് മാഗി നാസിയല്ല, നാസിക്കെതിരെ ഹിഡനായിട്ട് പോരാടുന്ന ഒരു സ്ലീപ്പർ സെല്ലായിരുന്നു. ആ മാഗിയാണ് ആരോ കൊല ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ നക്സലറ്റുകൾ പറയുന്നുണ്ട്, മാഗി കൊല്ലപ്പെടുന്നതിന് മുന്നേ ദിവസം എംബസിയിൽ നാസികളെ സംരക്ഷിക്കുന്ന എന്തോ ഒരു ഡീല് നടക്കുന്നതായിട്ടുള്ള തെളിവ് അവൾക്ക് കിട്ടി. ആ തെളിവും എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് മാഗി പോയത്. ആ മാഗിയാണ് പിറ്റേ ദിവസം കൊല ചെയ്യപ്പെടുന്നത്. മാഗി ലൈറ്റ് കാണിച്ചില്ലേ, അത് ഇവർക്ക് കൊടുത്ത സിഗ്നലായിരുന്നു ഈ ട്രൂപ്പിന്. പിന്നെ ആദ്യം കൊല ചെയ്യപ്പെട്ട ആ തൊപ്പിക്കാരൻ മനുഷ്യൻ, അയാളും ഇവരെ ടീമിൽപ്പെട്ട ആളാ. അയാളെ കൊന്നത് സമീറായിരുന്നു. പിന്നെ മാഗി ഒരു ഹിഡൻ സ്ലീപ്പർ സെല്ല എന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് മാഗിയുടെ പ്രോപ്പർട്ടി എടുത്ത് ഒളിച്ചു വെച്ചത്. സുഖമില്ലാതെ കിടക്കുന്ന രാജാവിനെ ആക്രമിച്ച് രാജകുമാരനെ തടവിലാക്കി ഈ നാട് ഭരിക്കാനായിരുന്നു നാസികളുടെ ശ്രമം. അതിൽ നിന്നും ഞങ്ങളെ നാടിനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്നും പറഞ്ഞ് അവര് ഹീറോയിനോട് നന്ദി പറയും. അത് കഴിയുമ്പോൾ പോലീസുകാരൻ എന്നാ പിന്നെ ഇവിടെ കുഴപ്പങ്ങളെല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്താണ് അന്വേഷിക്കാനുള്ളതെന്ന് ഹീറോയിനോട് ചോദിക്കുക. അതിന് ഹീറോയിൻ പറയും, പക്ഷെ ഇപ്പോഴും മാഗിയുടെ കൊലപാതകി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതിന് വീണ്ടും എംബസിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് എംബസിയിലേക്ക് വരുന്നു. അപ്പോഴേക്കും അംബാസഡർക്ക് വിവരങ്ങളെല്ലാം കിട്ടി. സമീർ ഒരു നാസിയാണെന്നും അയാൾ കൊല ചെയ്യപ്പെട്ടു, ഈ നാടിന്റെ ഭീഷണി അവസാനിച്ചു എന്നെല്ലാം അംബാസഡർക്ക് മനസ്സിലായി. അതിന് സഹായിച്ച ഹീറോയിനും പോലീസുകാരനും അയാൾ നന്ദി പറയും. ഇത് കഴിയുമ്പോൾ ഹീറോയിൻ എന്നാലും മാഗിയുടെ കൊലപാതകി ആരാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടില്ല. അംബാസഡർ പറയും അത് സമീർ തന്നെയായിരിക്കുമെന്ന്. പക്ഷെ ഹീറോയിന്റെ വിശകലനം മറ്റൊന്നാണ്. സമീർ ആ പാസേജ് വഴി അകത്തേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം അത് വൺ വേ റൂട്ടാണ്. ആരെങ്കിലും തുറന്നു കൊടുക്കാതെ അയാൾ അകത്ത് വരില്ല. പിന്നെ ഓഫീസിലേക്ക് അയാൾ കടന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആരെങ്കിലും കണ്ടിരിക്കും. മുൻവാതിൽ വഴി മാത്രമേ ഉള്ളൂ ആ മുറിയിലേക്ക്. അതുകൊണ്ട് തന്നെ സമീർ അല്ല മാഗിയെ കൊലപാതകം ചെയ്തിരിക്കുന്നത്, മറ്റൊരാളാണ്. മാഗി ഒരു നാസിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ എന്തായിരുന്നു ഈ എംബസിയിൽ നിന്നും അവൾ കണ്ടുപിടിച്ച തെളിവ്? അതിന്റെ ഒരു പീസായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ തെളിവ് കാരണമാണ് പെണ്ണ് കൊലപാതകം ചെയ്യപ്പെട്ടിരുന്നത്. ആ തെളിവ് ഇപ്പൊ എവിടെയുണ്ടോ അയാളായിരിക്കും യഥാർത്ഥ കൊലയാളി. അത് മറ്റെവിടെയല്ല, ഈ മുറിയിലെ സേഫിൽ തന്നെയാണെന്ന് ഹീറോയിൻ പറയും. ഓഫീസ് മുറിയിലെ സേഫിൽ തന്നെയാണ്. ഓഫീസ് മുറിയിലെ സേഫിന്റെ പാസ്വേഡ് മാഗി അല്ലാതെ അറിയുന്ന മറ്റൊരാളേ ഉള്ളൂ, അത് അംബാസഡറാണ്. സമീർ ഒരു മിഡിൽമാൻ മാത്രമായിരുന്നു. നാസികൾ ഈ രാജ്യത്തിലേക്ക് വരാൻ സഹായിച്ചത്, അവരുടെ വെപ്പൺസ് കൊണ്ടുവരാൻ സഹായിച്ചത് ഒരു എംബസി മുഖേനയാണ്. അത് ബ്രിട്ടീഷ് എംബസിയാണ്. അതിന്റെ ഉത്തരവാദി നമ്മുടെ ഈ അംബാസഡർ. അതാണ് മാഗി കണ്ടുപിടിച്ചത്. അതിന്റെ എവിഡൻസ് ആയിരുന്നു ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. മാഗിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റാ. അംബാസഡർക്ക് നാസികൾ കൊടുത്ത പണത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പുള്ളിക്കാരന്റെ അക്കൗണ്ട് നമ്പർ ഹീറോയിൻ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചിരുന്നു. അതേ അക്കൗണ്ട് നമ്പർ ഈ നാസികൾ പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ട് നമ്പറുകളിൽ ഒന്നായിരുന്നു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് മാഗി സേഫിൽ നിന്നും പുറത്തേക്കെടുത്തത്, എല്ലാവരും ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ആ സമയത്ത് അംബാസഡർ ഓഫീസിനകത്തേക്ക് കയറി വന്നു. സ്റ്റേറ്റ്മെന്റ് തിരികെ തരാൻ ആവശ്യപ്പെട്ടു. അവൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന തന്റെ രഹസ്യ തോക്കുകൊണ്ട് അംബാസഡർ അവളെ കൊല ചെയ്യുകയാണ് ചെയ്തത്. അംബാസഡർക്ക് കിട്ടിയ കത്തുണ്ടല്ലോ, അത് അയാൾ കോൺഫിഡൻഷ്യലാണെന്ന് പറഞ്ഞ് മറച്ചു വെച്ചിരുന്ന, അത് ശരിക്കും നാസികൾ അയച്ചതായിരുന്നു. ഈ എംബസിയിൽ ഒരു ലീക്ക് ഉണ്ടെന്നും പറഞ്ഞ് നാസികൾ അയച്ചതാ. ആ ലീക്ക് മാഗി ആവാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഈ വിവരം നേരത്തെ അംബാസഡർക്ക് മനസ്സിലായി. അതുകൊണ്ട് അംബാസഡർ തന്നെയാണ് മാഗിയെ കൊന്നത്. ഇതാണ് ഹീറോയിന്റെ അവലോകനം. എന്നാൽ അംബാസഡർ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല ചെയ്ത തോക്ക് എവിടെ? തെളിവില്ലാതെ നിങ്ങൾ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തും? അത് കേട്ട് ഹീറോയിൻ പറയും, കൊല ചെയ്ത ഉടനെ നിങ്ങൾ ആ തോക്ക് ജനാലയിലൂടെ പുറത്തേക്കിട്ടു. അത് പിറ്റേന്നെടുത്ത് മാറ്റിയത് സമീറാണ്. സമീർ പൂന്തോട്ടത്തിൽ കയറി ആ തോക്ക് പരതിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പൂന്തോട്ടം വൃത്തികേടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും മുറിയിൽ നിന്നും മാറാൻ പറഞ്ഞിട്ട് നിങ്ങൾ വസ്ത്രം മാറുന്ന ഗ്യാപ്പിൽ ആ സ്റ്റേറ്റ്മെന്റ് പേപ്പർ എടുത്ത് വീണ്ടും സേഫിനകത്ത് വെച്ചു. ഇതാണ് സംഭവിച്ചത്.
ആ സ്റ്റേറ്റ്മെന്റ് പേപ്പർ ഇപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതെന്റെ കയ്യിലുണ്ടെന്ന് ഹീറോയിൻ പറയും. സോ ഇനി രക്ഷയില്ലെന്ന് അംബാസഡർക്ക് മനസ്സിലായി. അതുകൊണ്ട് പുള്ളിക്കാരൻ താൻ ചെയ്ത കുറ്റം തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, എന്നാൽ അവൾ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തതാണ്. എന്റെ മകൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹീറോയിൻ ആ ഡോക്യുമെന്റ് പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കും. ഉടനെ നമ്മുടെ ഈജിപ്ത് പോലീസുകാരൻ അംബാസഡറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. കൊലപാതകി പിടിക്കപ്പെട്ടു. ഇനിയിപ്പോൾ എല്ലാം ശുഭം. നമ്മുടെ അക്കയ്ക്ക് വീണ്ടും അവളുടെ വിനോദയാത്ര തുടരാം. അങ്ങനെ പിറ്റേ ദിവസം ഈ കേസ് തെളിഞ്ഞുകൊണ്ട് തന്നെ എംബസിയിൽ വന്നിരിക്കുന്ന എല്ലാവരും ബൈ പറഞ്ഞ് പിരിയുക. നമ്മുടെ ഫോട്ടോഗ്രാഫറും ഹീറോയിനോട് ബൈ പറയുന്നുണ്ട്. ഈ കേസിന്റെ ഇടയിൽ ഇവർ തമ്മിൽ ചെറിയൊരു പ്രണയം പൂത്തു തുടങ്ങിയതായിരുന്നു. കേസ് പെട്ടെന്ന് അവസാനിച്ചുകൊണ്ട് ആ പ്രണയം മുഴുവനായിട്ട് അങ്ങോട്ട് വിരിഞ്ഞ് മണത്തില്ല. അതുകൊണ്ട് വിഷമത്തോടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ബൈ പറയും. അടുത്ത തവണ മീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചായ കുടിക്കാൻ പോവാം, വിപിൻ്റെ ബേക്കറി പോവാന്ന് പറയും. ശരിയെന്ന് പറയാണ് ചേച്ചി. ഇത് കഴിഞ്ഞ് ലണ്ടനിൽ നിന്ന് വന്ന ഈ കേസിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു പോലീസുകാരൻ വരുമെന്ന് പറഞ്ഞില്ലേ, ആ പോലീസുകാരനെ ചെന്ന് ഹീറോയിൻ കാണുന്നു. പുള്ളിക്കാരൻ ഈ കേസിനെ പറ്റിയുള്ള വിവരം പബ്ലിക് ആക്കരുത്, അത് നമ്മുടെ നാടിന് മാനക്കേടാണ്, അതുകൊണ്ട് ഈ കേസ് രഹസ്യമായിട്ട് വെക്കണം, നിങ്ങളെ പ്രൈം മിനിസ്റ്റർ കാണണമെന്ന് പറഞ്ഞു, മറ്റൊരു പ്രധാനപ്പെട്ട കേസുണ്ട്, ഉടനെ ലണ്ടനിലേക്ക് പോകണം എന്ന് പറഞ്ഞു എന്ന് പറയും. ഹീറോയിൻ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ ഞാൻ തീരുമാനം പിന്നീട് അറിയിക്കാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഈ തൊല്ലയൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ചെരുപ്പ് നിനക്ക് കടിക്കാൻ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇപ്പം എനിക്ക് കുറച്ച് സമാധാനമുണ്ട്, നീ നല്ലൊരു കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഇന്നാ പിടിച്ചോ ഈ രണ്ടാമത്തെ ചെരുപ്പെന്നും പറഞ്ഞ് അവൾ കളഞ്ഞുപോയ ചെരുപ്പിന്റെ രണ്ടാമത്തെ ചെരുപ്പ് കൊടുക്കുന്നു. പട്ടി അത് കടിച്ചു പറിക്കുന്നു. അവിടെ വെച്ച് മേർഡർ അറ്റ് ദ എംബസി എന്ന സിനിമ അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി ത്രില്ലറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറു.